സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗത്ത് തന്നെ പിടിച്ചുലയ്ക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയുമായാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന PM ശ്രീ പദ്ധതി. അത് സർക്കാരിന് അതിനകത്ത് ഒപ്പിടേണ്ടി വന്നു. അത് സംസ്ഥാന വിദ്യാഭ്യാസ രംഗത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ള കാര്യങ്ങളിലൊക്കെ നിരവധി ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ പുതിയൊരു വെളിപ്പെടുത്തലുമായിട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഡോക്ടർ രതീഷ് കാളിയാടൻ ഇപ്പോൾ പുതിയൊരു പ്രസ്താവനയായിട്ട് വന്നിരിക്കുന്നു. ഇതിനകത്ത് ഏകപക്ഷീയമായിട്ട് സർക്കാരിന് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. ഇതൊക്കെ പറയുന്നത് PM ശ്രീ വീണ്ടും കുഴപ്പത്തിലാക്കുന്ന ഒരു തരത്തിലേക്കല്ലേ ഈ കാര്യങ്ങൾ പോകുന്നത്? അല്ല, ഇതിന് രണ്ട് വശമാണുള്ളത്. ഒന്ന് എന്ന് പറയുന്നത്, കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാന സർക്കാർ PM ശ്രീ ഒരു കരാറിലേക്ക് പോവുകയുണ്ടായി. അന്ന് മുന്നണിയെ പോലും പറ്റിച്ചുകൊണ്ട് CPM-ഉം CPI-യും ഉള്ളിടത്ത് CPI-യോട് ഒരു കാര്യവും പറയാതെ ഒറ്റ രാത്രി കൊണ്ട് PM ശ്രീയിൽ ഒപ്പുവെച്ചത് എന്തിനാണ് എന്ന് ഇന്നും അന്നത്തെ സർക്കാരിന് അല്ലെങ്കിൽ അന്നത്തെ നേതാക്കൾക്ക് ഇന്നും വ്യക്തമായൊരു ഉത്തരമില്ല. സാമ്പത്തികമായി ഫണ്ട് തടഞ്ഞു വെച്ചിരുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഒപ്പിടേണ്ടി വന്നത്. അങ്ങനെയാണ് എങ്കിൽ അന്നത്തെ പ്രതിപക്ഷവും ഇന്നത്തെ ഭരണപക്ഷവും അടക്കം എല്ലാവരും ജനങ്ങൾ ഒന്നടങ്കം ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു: എന്തുകൊണ്ട് കോടതിയുമായി ബന്ധപ്പെട്ടില്ല? കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് തരേണ്ട തുക തടഞ്ഞു വെച്ചിരിക്കുകയാണ് എങ്കിൽ ഇത്തരം കേന്ദ്ര സർക്കാർ പറയുന്ന കരാറുകളിൽ ഒപ്പിടേണ്ട ആവശ്യം എന്താണ്? അത് നിയമപരമായി നേരിടാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ നിയമപരമായി എന്തുകൊണ്ട് കോടതിയെ കേരളത്തിന്റെ സംസ്ഥാന സർക്കാർ സമീപിച്ചില്ല എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു. പല വിഷയങ്ങൾ PM ശ്രീയുമായി ബന്ധപ്പെട്ട് പല ആരോപണങ്ങൾ, പല വിഷയങ്ങളൊക്കെ വരികയുണ്ടായി. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. സിലബസുകൾ മാറ്റും, ചരിത്രം അവർക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ BJPക്ക് ഇഷ്ടപ്പെട്ട ചരിത്രങ്ങൾ പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ ചരിത്രത്തെ വളച്ചൊടിക്കുമെന്നുള്ള പല രീതിയിലുള്ള ആരോപണങ്ങൾ ഈ വിഷയത്തിലുണ്ടായി. അന്നത്തെ പ്രതിപക്ഷം, നിലവിലെ ഭരണപക്ഷമായിട്ടുള്ള UDF അന്നെടുത്തൊരു നിലപാടുണ്ടായിരുന്നു: ഒരു കാരണവശാലും PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കില്ല, അല്ലെങ്കിൽ PM ശ്രീ കേരളത്തിൽ വേണ്ട എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ PM ശ്രീയുമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ട് എന്ന് ഒരു കാര്യം വന്നു. അപ്പൊ അത് തന്നെ ഏറെ വിവാദത്തിലായി. LDF സർക്കാർ നടപ്പിലാക്കി അല്ലെങ്കിൽ ഒപ്പുവെച്ച ഒരു പരിപാടി വീണ്ടും UDF സർക്കാർ അന്ന് എതിർത്തെങ്കിലും പിന്നീട് UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും അത് തുടരാൻ തന്നെയാണ് താല്പര്യം തുടരേണ്ടി വരും എന്നുള്ളത് പറയുന്നത് LDF സർക്കാർ അങ്ങനെ അന്ന് ഒപ്പുവെച്ചതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. അവർ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ സർക്കാർ ഒപ്പുവെച്ചു പോയി ഞങ്ങൾക്ക് കരാറിൽ നിന്ന്. ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത്, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കൂടി പറയുന്ന കാര്യം അതാണ്: സംസ്ഥാന സർക്കാരിന് ഏകപക്ഷീയമായി ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അത് ഭരണപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അവർ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. എന്താണ്, ഓപ്പോസിറ്റ് പാളയത്തിൽ നിന്ന് പറയുന്നത് നിങ്ങൾക്ക്, അല്ലെങ്കിൽ അത്ര എളുപ്പമല്ല, സർക്കാർ പറയുന്നതാണ് ശരി എന്ന് ഒരു പ്രസ്താവനയാണിത്. അപ്പൊ പല മുൻ മന്ത്രിമാരെ ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ UDF-ന്റെ വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്തിനാണ്, മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്തിനാണ് UDF-ന് വേണ്ടി സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അത്തരം കാര്യങ്ങൾ ഇപ്പോഴും ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തതായിരിക്കും. അതായത് ഇത് ഇനി മാറ്റി ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറാൻ കേരളത്തിന് അല്ലെങ്കിൽ കേരള സർക്കാരിന് സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ മാത്രം ഒരു ക്ലാരിഫിക്കേഷൻ നൽകിയതായിരിക്കും. കാരണം നേരത്തെ ഒപ്പിട്ട് വെച്ചത് കൊണ്ട് ഇത് തന്നെ തുടരേണ്ടി വരും. അതായത് പല നിബന്ധനകൾ അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഇത്ര സ്കൂളുകളിൽ PM ശ്രീ കേന്ദ്ര സർക്കാർ പറയുന്ന രീതിയിലുള്ള സിലബസുകൾ ഉൾപ്പെടുത്തണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും വരുന്നു. മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞിട്ടുണ്ടല്ലോ, PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കുകയാണ് എങ്കിൽ പോലും ഏതൊക്കെ സ്കൂളുകൾ വേണമെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിക്കും. അതുപോലെ തന്നെ കേരളത്തിന്റെ സിലബസുമായി മുന്നോട്ട് പോകാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല PM ശ്രീ പോലെ അവർ പിന്നെ കേരളത്തിന്റെ സിലബസുമായി മുന്നോട്ട് പോകാനാണ് പദ്ധതിയുടെ ആവശ്യമില്ലല്ലോ. സംസ്ഥാന സർക്കാർ പറയുന്ന സ്കൂളുകൾ തെരഞ്ഞെടുക്കും. ഇതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അവരുടെ പാഠ്യ പദ്ധതി ആയിരിക്കും, അവരുടെ പുസ്തകങ്ങളായിരിക്കും, അവരുടെ പദ്ധതി കൊണ്ടുവന്നത്. അപ്പൊ അതുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്ന ആ കാര്യങ്ങൾ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. PM ശ്രീയിൽ ഇന്നും ഒരു വ്യക്തത വന്നിട്ടില്ല. പുതിയ സർക്കാർ വന്നിട്ടും PM ശ്രീ എന്താകും, BJP കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കില്ല, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞവർ ഇതിന് സമ്മതിക്കേണ്ടി വരുന്നത് കഴിഞ്ഞ സർക്കാർ ഒപ്പുവെച്ചത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം എടുത്തു ചോദിക്കണം. അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കം വ്യക്തമായ മറുപടി പറയേണ്ട കാര്യമുണ്ട്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ എല്ലാ കാര്യങ്ങളും, ഞാൻ മുഖ്യമന്ത്രിയുടെ പേര് എടുത്തു പറയുന്നതിന്റെ കാരണം അന്നത്തെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹമാണ്. എല്ലാ കാര്യവും VD സതീശൻ കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ എല്ലാം, ഉള്ളറകൾ പോലും പോയി പഠിച്ച് അവതരിപ്പിക്കുന്ന ആൾ എന്തുകൊണ്ട് ഇത് പഠിച്ചില്ല എന്നൊരു ചോദ്യമുണ്ടല്ലോ. PM ശ്രീ എതിർക്കുമെന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അന്ന് പറയണമായിരുന്നു ഞങ്ങൾ PM ശ്രീ എതിർക്കാൻ പരമാവധി ശ്രമിക്കും, പക്ഷെ അപ്പോഴും ഒരു പ്രശ്നം
നിലനിർത്താൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് പറയേണ്ടത്. ഒരു പ്രശ്നമുണ്ട്, സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചു ഒപ്പുവെച്ചിരിക്കുന്നത് കഴിഞ്ഞു, ഭരണം മാറി വന്നാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അറിയില്ല എന്നെങ്കിലും പറയാമായിരുന്നു. അവിടെ പറഞ്ഞത് അങ്ങനെയല്ല. KM ഷാജി അടക്കമുള്ളവർ അറബിക്കടലിൽ PM ശ്രീ എടുത്തെറിയുമെന്ന് പറഞ്ഞാൽ അവരൊക്കെ ഇപ്പൊ മന്ത്രിസഭയിലുണ്ട്, മന്ത്രിമാരാണ്. അവർ പറയുന്നത് അല്ലെങ്കിൽ ഷാജി തന്നെ പിന്നീട് പറഞ്ഞത് എന്താണ്, പ്രസംഗത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ പറ്റും. അപ്പോൾ ജനങ്ങൾക്ക് ഈ സർക്കാരിൽ എന്ത് വിശ്വാസ്യതയാണ്, അല്ലെങ്കിൽ സർക്കാർ എന്ത് വിശ്വാസ്യതയാണ് ജനങ്ങളോട് കാണിക്കുന്നതെന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അത് എന്താ വെച്ചാൽ ഈ ഇതിനകത്തൊരു വ്യക്തത ഇപ്പൊ UDF സർക്കാരിനും പറയാൻ കഴിയുന്നില്ല. കാരണം LDF സർക്കാർ ഒപ്പുവെച്ചു എന്നുള്ളത് കൊണ്ട് അത് മുന്നോട്ട് പോകും എന്നുള്ള ഒരു രീതിയിൽ തന്നെ പറഞ്ഞ് ഒരു ഒഴിവ് കഴിവ് പറഞ്ഞങ്ങ് പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഈ വിഷയത്തിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. പ്രതിപക്ഷത്തിന് ഒരു സമരവുമായി അല്ലെങ്കിൽ ഭരണപക്ഷത്തിനെതിരെ PM ശ്രീ ഒരു ആയുധമാക്കാൻ പറ്റില്ല. കാര്യം അവരൊപ്പുവെച്ച പദ്ധതിയാണ്, അവരുടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ഇപ്പൊ അവർ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ട് നിങ്ങൾ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ഒരു പ്രതിഷേധങ്ങളൊക്കെ ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ ഇത് പിൻവലിക്കണ്ടേ, അങ്ങനെ പിൻവലിക്കാൻ പറ്റുവാണെങ്കിൽ. അപ്പോഴും അന്ന് ഇത് നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് LDF സർക്കാർ പറഞ്ഞുകൊണ്ടത്. ഈ പദ്ധതി മരവിപ്പിച്ചിരിക്കുകയാണ്, ഇത് നടപ്പിലാക്കാൻ പോകുന്നില്ല, ഇങ്ങനെ കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല എന്നൊക്കെ LDF സർക്കാർ ഒപ്പിട്ടിട്ടും MOU ഒപ്പിട്ടതിന് ശേഷമാണ് പറയുന്നത് മരവിപ്പിച്ചിരിക്കുകയാണ്, നടപ്പിലാക്കില്ല എന്ന്. പക്ഷെ അന്നത്തെ സാമ്പത്തിക സ്ഥിതി വെച്ച് ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഒപ്പിട്ടു എന്നത് മാത്രമാണെന്ന് പറയുന്നു. എന്നിട്ട് ഇത് മരവിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ മരവിപ്പിച്ചിരിക്കുന്ന ഒരു സംഭവമാണെങ്കിൽ ഇത് ഇവര് UDF സർക്കാർ നടപ്പിലാക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് അവർ ഉയർത്തുന്നത്. അത് പ്രധാനമായിട്ടും LDF-ന് അത് നടക്കില്ല എന്നതും ഇത് നടപ്പിലാക്കേണ്ടി വരും എന്നുള്ളതും LDF-ന് ബോധ്യം ഉണ്ടാവില്ല. വ്യക്തമായി LDF-ന് അറിയാം, പ്രത്യേകിച്ച് CPM-ലെ നേതാക്കൾക്കറിയാം PM ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത് എന്ത് അവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ള കാര്യം അവർക്കറിയാം. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ കുറച്ച് വിയർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കില്ല, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖല BJP-ക്ക് തീരെഴുതി കൊടുക്കില്ല എന്ന് പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞവർ അധികാരത്തിലേറുമ്പോൾ അവരുടെ നിലപാട് മാറ്റി, അല്ലെങ്കിൽ അവരുടെ ഒരു സാഹചര്യം കൊണ്ടാണോ എന്ന് നമുക്കറിയില്ല. എന്നാൽ പോലും കേരളത്തിന്റെ ജനങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു വ്യക്തത കൊടുക്കേണ്ട ആവശ്യം സർക്കാരിനുണ്ട്. ഇപ്പോഴും PM ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യം വരുമ്പോൾ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടത് കൊണ്ടാണ്, അത്തരം കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. വ്യക്തമായ മറുപടികൾ, ഇത്തരം ഒഴിവുകഴിവുകൾ മറുപടികളല്ല കേരളത്തിന് വേണ്ടത്. വ്യക്തമായ മറുപടികൾ ഈ വിഷയത്തിൽ സർക്കാരും നിലവിലെ പ്രതിപക്ഷം, അന്നത്തെ ഭരണപക്ഷവും നിലവിലെ പ്രതിപക്ഷവുമായിട്ടുള്ള LDF-ഉം പറയേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. പിന്നെ ഈ പദ്ധതിക്ക് കാലാവധിയുണ്ട്. മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാലാവധി സമയം വരെ ഇത് നീണ്ടുപോവുകയാണെങ്കിൽ പിന്നെ ഈ പദ്ധതി നിലനിൽക്കില്ല, അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ടി വരില്ല. അങ്ങനെ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഏതൊരു കരാറിൽ ഒപ്പിടുമ്പോൾ സാധാരണഗതിയിൽ അത് പിൻവലിക്കാനോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് അതിൽ ശരിയാവുന്നില്ല, കരാർ കൃത്യമായിട്ടല്ല പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് എതിരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പിന്മാറാനുള്ള ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അത് അവസരമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കരാറുകൾ ഒപ്പിടുമ്പോൾ എല്ലാ കരാറിനും ഉണ്ടാവും, ഏത് കരാറാണെങ്കിലും പിൻവലിക്കാൻ ഒരു അവസരം ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ഇത് PM-ശ്രീയുടെ കുറിച്ച് പറയുമ്പോൾ തന്നെ വന്നത് ഇതൊരിക്കലും പിന്മാറാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് നേരത്തെ പറയുന്നുണ്ടായിരുന്നു. സർക്കാർ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ പറയുന്നുണ്ട്, ഇതിൽ ഒപ്പുവെച്ചാൽ പിന്നെ തിരികെ വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ നമുക്കറിയില്ല, അങ്ങനെ തന്നെ ആയിരിക്കാം. ഇതിൽ ഒപ്പുവെച്ചാൽ, കാര്യം കേന്ദ്ര സർക്കാരിൻ്റെതാണ്. അവരെന്തായാലും കേരളത്തിലെ സ്കൂളുകൾ PM-ശ്രീ അല്ലെങ്കിൽ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളും PM-ശ്രീ പദ്ധതിയിലൂടെ മികച്ചതാക്കണമെന്നൊരു അഭിപ്രായമില്ല. PM-ശ്രീ പദ്ധതി വരികയാണ് എങ്കിൽ ചുറ്റുമുള്ള സ്കൂളുകളിൽ വലിയ രീതിയിൽ അത് നെഗറ്റീവായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം സർക്കാർ സ്കൂളുകളെക്കാൾ കൂടുതൽ CBSE എയ്ഡഡ് സ്കൂളുകൾ കേരളത്തിലുണ്ട്. അപ്പോൾ അത്തരം സ്കൂളുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ആരും മക്കളെ സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കാൻ താല്പര്യപ്പെടാത്ത ഒരു കാലഘട്ടമാണ്. അവിടെ PM-ശ്രീ പോലൊരു വലിയ പദ്ധതി വരുമ്പോൾ സ്കൂളുകളെല്ലാം ക്ലാസ് മുറികളെല്ലാം ഹൈടെക് ആക്കുമെന്ന് പറയുമ്പോൾ ചുറ്റുമുള്ള മറ്റ് സ്കൂളുകളെ അത് ബാധിക്കും. അപ്പോൾ ഗവൺമെന്റ് സ്കൂളുകളെ അത് ബാധിക്കും എന്നുള്ള കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്. പിന്നെ വീണ്ടും പുതിയ സർക്കാരും ആവർത്തിക്കാൻ പോകുന്നത് കേന്ദ്രം പണം തടഞ്ഞു വെച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഒപ്പുവെച്ചതാണെങ്കിൽ അതൊരു വ്യക്തമായ മറുപടിയല്ല. നിങ്ങൾ കോടതിയെ സമീപിക്കുകയാണ് വേണ്ടത്. പല സംസ്ഥാനങ്ങളും PM-ശ്രീ ആദ്യം ഒപ്പുവെക്കാതിരിക്കുകയോ ഒപ്പുവെച്ചിട്ട് അത് മരവിപ്പിക്കുകയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ കേരളം അല്ലെങ്കിൽ പുതിയ സർക്കാരിന് എന്ത് നിലപാടാണ് ഈ വിഷയത്തിൽ? മുഖ്യമന്ത്രി അടക്കം പറയുന്ന നിലപാടുകളും തീരുമാനങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യം തെറ്റുപറ്റിയെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് അന്ന് വ്യക്തമായി പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് സമ്മതിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടത് കൊണ്ടാണ് ഇതിങ്ങനെ പോകുന്നതെങ്കിൽ കൂടി PM-ശ്രീയുടെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം. കാര്യം വിദ്യാർത്ഥികളാണ്, വിദ്യാഭ്യാസ മേഖലയാണ്, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി വ്യക്തമായ ഒരു മറുപടി പറയേണ്ടി വരും, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെങ്കിലും വ്യക്തമായ മറുപടി പറയുക തന്നെ വേണം.